ഇന്നത്തെ യാത്ര വീണ്ടും തുടങ്ങുന്നത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ നിന്ന് മുളന്തുരുത്തി വഴി കുറവിലങ്ങാട്, പാല, അവസാനം ഇല്ലിക്കൽ കല്ല്. ഏകദേശം 2.5-3 മണിക്കൂറാണ് കൊച്ചിയിൽ നിന്ന് ഇല്ലിക്കൽ കല്ലിലേക്ക് നമ്മളൊരു ബൈക്ക് റൈഡിൽ വരികയാണെങ്കിൽ വേണ്ട സമയം. ഈ യാത്രയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഒരു ബൈക്ക് റെൻ്റ് എടുത്ത് പോകണം എന്ന് വിചാരിച്ചിട്ട് ചെയ്ത യാത്രയാണ്. എന്തായാലും ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ഡോമിനാർ 400 എടുത്തിട്ടാണ് ഈ യാത്ര പോയത്. കേരളം ഹരിതാപം ഭംഗി എന്നൊക്കെ നമ്മൾ സിനിമയിൽ കുറേ ഡയലോഗുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ആകാശത്തിന് വെള്ള കീറുമ്പോൾ കേരളത്തിനൊരു വ്യത്യസ്തമായ ഭംഗിയുണ്ട്. ചുറ്റുള്ള വഴികളിൽ വെറുതെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണിത്. ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിലും ഈ വഴികൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് ഒട്ടും അറിയില്ല. പക്ഷേ കാഴ്ചകൾ ആസ്വദിച്ചു പോകാനുള്ള ഓരോ വഴിയും നമ്മുടെ കേരളത്തിലുണ്ട്. ലാലേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ചോദിച്ച് ചോദിച്ചു പോയാൽ മതി. ബൈക്ക് റൈഡ് ആകുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു പോകുന്നത് നല്ലതാണ്. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് കാർ ഓടിക്കുന്നവർ ഓവർടേക്ക് ചെയ്ത് വരുന്നത്. ഈ നീലാകാശം കാണുമ്പോൾ ഒരു പഴയ PC ഗെയിമിൻ്റെ ഒക്കെ ഹൊറൈസൺ കാണുന്ന പോലെ അല്ലേ? അറിയില്ല, അതോ എനിക്ക് തോന്നുന്നതാണോ? ഇപ്പോൾ ഏകദേശം പാല കഴിഞ്ഞ് നമ്മൾ ഇല്ലിക്കൽ കല്ലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴി ഇടുങ്ങിക്കൊണ്ട് വരികയാണ്. ചുറ്റും മരങ്ങളാണ്. റബ്ബറാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഫുട്ടേജ് വേണ്ട എന്ന് വിചാരിച്ചതാണ്. വീഡിയോ എടുക്കുമ്പോൾ മുമ്പിൽ ഫിംഗർ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് വെക്കാനൊരു കാരണമുണ്ട്. മലകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകുമ്പോൾ മുമ്പിലൊരു ചെറിയ ജംഗ്ഷൻ വന്നു. അവിടെ ടേൺ സൈൻ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ശ്രദ്ധിച്ചില്ല. എന്തായാലും അവിടെ വഴി തെറ്റിയില്ല, ലെഫ്റ്റിലോട്ട് തന്നെ ടേൺ എടുത്തു.
വേറൊരു കാര്യം പറയാനുള്ളത്, ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്ന റോഡ് അത്രയും നല്ലതല്ല. കുറേ വളവും തിരിവൊക്കെ ഉള്ള വഴിയാണ്. ബൈക്ക് റൈഡേഴ്സ് ആണെങ്കിൽ ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷെ കാറിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നതെങ്കിൽ, പ്രത്യേകിച്ചും തലകറക്കമൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ച് കഷ്ടപ്പാട് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇല്ലിക്കൽ കല്ല് പാർക്കിംഗ് ഗ്രൗണ്ട്. നമ്മൾ വന്നു കഴിഞ്ഞാൽ വണ്ടിയെല്ലാം ഈ ഒരു പോയിന്റിൻ്റെ അപ്പുറം കടത്തിവിടുന്നതല്ല. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഏകദേശം 20 രൂപ ആണ് ഒരാൾക്ക് വേണ്ടിയുള്ള എൻട്രി. പ്ലസ് മുകളിലോട്ട് പോകാൻ വേണ്ടി ഒരു ജീപ്പുണ്ട്. സോ അത് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ പാസ് വാങ്ങിച്ചതിന് ശേഷം നേരെ ഇവിടെയുള്ള ജീപ്പിൽ വരാം. ജീപ്പിൽ ഇന്ന് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ചേട്ടൻ്റെ പേര് ജോസൂട്ടി എന്നാണ്. ഈ ജീപ്പ് മുകളിൽ പോവും. ഇതേ ജീപ്പ് തന്നെ നമുക്ക് താഴെ കൊണ്ടുവന്ന് വിടുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ഇല്ലിക്കൽ കല്ല് വ്യൂ പോയിന്റ് കാണുവാൻ വേണ്ടി പോകുവാൻ ജീപ്പിൽ തന്നെ പോകണമെന്നില്ല. വേണമെങ്കിൽ നമുക്ക് ട്രെക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാവുന്നതാണ്. ഞങ്ങൾ ആക്ച്വലി ജീപ്പിലാണ് പോയത്. പക്ഷേ വഴിയിൽ കുറേ ആൾക്കാർ നടന്ന് ഈ വഴി കയറുന്നുണ്ടായിരുന്നു. ഇല്ലിക്കൽ കല്ലിലോട്ടുള്ള ബൈക്ക് റൈഡിൻ്റെ ആദ്യ പാർട്ടാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതായത് എറണാകുളം തൊട്ട് ഇല്ലിക്കൽ കല്ല് വരെ എത്തുകയും അവിടെ നിന്ന് ഇല്ലിക്കൽ വ്യൂ പോയിന്റിൻ്റെ ജീപ്പ് ഡ്രോപ്പ് പോയിന്റ് വരെ. മുകളിലുള്ള കാഴ്ചകൾ രണ്ടാമത്തെ പാർട്ടിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ഉണ്ടാക്കുവാൻ ഞങ്ങൾക്ക് അത് പ്രചോദനം നൽകുന്നതായിരിക്കും. താങ്ക് യു.